ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റിലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന അനക്ഡോട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 11ാമത്തെ പാരഗ്രാഫ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. ഓക്കെ, 12th പാരഗ്രാഫാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ. Although apparently lifeless, they remained the barest chance that the youth was not quite beyond recall. എന്താ ഇതിൻ്റെ മുന്നേ സംഭവിച്ചിരുന്നത്? മിസ്റ്റർ ജോണും AJ ക്രോണിനും തമ്മിൽ സംസാരിച്ചു. മിസ്റ്റർ ജോൺ AJ ക്രോണിൻ്റെ ചെവിയിൽ എന്തോ ഒന്ന് മന്ത്രിച്ചു. ആ സമയത്ത് AJ ക്രോണിന് ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിരുന്ന ആ ഒരു പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാണ്. 25 കൊല്ലം മുന്നുള്ള കാര്യമാണ്. തുടർന്ന് അദ്ദേഹം ആ ഒരു സംഭവം വിവരിക്കുകയാണ്. മിസ്റ്റർ ജോണിനെ കണ്ടുമുട്ടിയ ആ സന്ദർഭം ഒരു ഫോഗി നവംബർ നൈറ്റിൽ, നല്ല മഞ്ഞും മൂടിയ നവംബറിലെ ഒരു രാത്രിയിൽ, ഏകദേശം 1 മണിയാവുന്ന സമയത്ത് AJ ക്രോണിൻ്റെ വീടിൻ്റെ ഡോറിന് നന്നായിട്ട് മുട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് താഴേക്ക് പോയി ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഒരു പോലീസ് സർജൻ്റായിരുന്നു. അദ്ദേഹം ഡോക്ടറിനെ ഒരു ആത്മഹത്യാ കേസുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആത്മഹത്യാ കേസ് നടന്നിട്ടുള്ള ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. Although apparently lifeless, ഒറ്റ നോട്ടത്തിൽ ആ വ്യക്തിക്ക് എന്തുണ്ടായിരുന്നില്ല? ജീവനുണ്ടായിരുന്നില്ല. ദ റിമൈൻഡ്, അവിടെ ബാക്കിയായിട്ടുണ്ട്. ദ ബെയറസ്റ്റ്, വാട്ട് യു മീൻ ബൈ ബെയറസ്റ്റ്? ആ വെരി സ്ലൈറ്റസ്റ്റ്, അല്ലേ, വളരെ നേരിയ തരത്തിലുള്ള ചാൻസ് ദാറ്റ് ദ യൂത്ത് വാസ് നോട്ട് ക്വൈറ്റ് ബിയോണ്ട് റീകോൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന് ജീവൻ തോന്നുന്നില്ല, എന്നാൽ അദ്ദേഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ചെറുതായിട്ട് നേർത്ത രീതിയിൽ ജീവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കിയായിട്ടുണ്ട്. ഓക്കെ, വിത്ത് ദ സർജൻസ് ഹെൽപ്പ്, സർജനിൻ്റെ സഹായത്തോടു കൂടി ഐ ബിഗൻ ദ വർക്ക് ഓഫ് റെസസിറ്റേഷൻ, ഞാൻ എന്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു? റിസസിറ്റേഷൻ വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റിസസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നെസ്, അഥവാ എമർജൻസി ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഒരാളെ ബോധതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങിയ ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൃത്രിമ ശ്വാസങ്ങളൊക്കെ നൽകേണ്ടി വരും. ദെൻ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അയാളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ ഒരു യന്ത്രം ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പം ഫിലിമിലൊക്കെ ഒരു ഇസ്തിരിപ്പെട്ടി പോലത്തെ സാധനം വെച്ച് ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ? യെസ്. അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. എന്തിനാണ് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ? ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഓക്കെ, അത്തരം എമർജൻസി ട്രീറ്റ്മെൻറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? റിസസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുള്ള ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ. ഫോർ എൻ എൻറ്റയർ ഹവർ, 1 മണിക്കൂർ മുഴുവൻ, വി ലേബേർഡ് വിത്തൗട്ട് സക്സസ്, ഞങ്ങൾ എന്ത് ചെയ്തു? കഠിനമായി വർക്ക് ചെയ്തു. ലേബേർഡ് മീൻസ് എന്താണ്? വർക്ക്ഡ് ഹാർഡ്.
ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കഠിനമായി ജോലി ചെയ്തു. ബട്ട് വിത്തൗട്ട് സക്സസ്, അത് വിജയിച്ചോ? ഇല്ല. ഡെസ്പൈറ്റ്, എന്നിട്ടും അവർ മോസ്റ്റ് സ്ട്രീനസ് എക്സേർഷൻസ്, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടും എനർജി എടുത്തിട്ടും ഞങ്ങൾ പരിശ്രമിച്ചു. എന്നിട്ടും എന്തായില്ല? ഇറ്റ് അപ്പിയേർഡ് യൂസ്ലെസ്, അതിനെക്കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേർഡ് മീനിങ് ആണ് സ്ട്രീനസ്. എന്താ സ്ട്രീനസ് എന്ന് പറയുന്നത്? നീഡിങ് ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് എനർജി. ഓക്കെ, നീഡിങ് ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് എനർജി, വളരെയധികം എനർജിയും എഫേർട്ടും ഞങ്ങൾ യൂസ് ചെയ്തിട്ടും എന്തുണ്ടായിട്ടില്ല? അവിടെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ദെൻ ആസ് വി വർ അബൌട്ട് ടു ഗീവ് അപ്പ്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ അബൌട്ട് ടു ഗീവ് അപ്പ്, സറണ്ടർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, കീഴടങ്ങാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങളുടെ ആ അറ്റംപ്റ്റൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, പൂർണ്ണമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷീണിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ്. ഞങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷീണിച്ചിട്ടുണ്ട്. ദർ ബ്രോക്ക്, ആ സമയത്ത് ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഫ്രം ദ പേഷ്യൻ്റിൽ നിന്നും ഷാലോ, ഒരു ഷാലോ, അത്രമാത്രം ആഴത്തിലില്ലാത്ത ഒരു ചെറുതായിട്ട് ഒരു ബ്രേക്കിങ്, ഒരു ചെറുതായിട്ടൊരു ശ്വാസം എവിടെ നിന്ന് വരുന്നുണ്ട്? ഇദ്ദേഹത്തിൽ നിന്നും വരുന്നുണ്ട്. എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്? കൺവൾസീവ് ഗ്യാസ്പ്. എന്താ കൺവൾസീവ് ഗ്യാസ്പ് എന്ന് പറഞ്ഞാൽ? എന്ന് പറയുന്ന പോലത്തെ ഒരു സൗണ്ട്. വാട്ട് യു മീൻ ബൈ കൺവൾസീവ്? എന്താണ് കൺവൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സഡൻ ആൻഡ് ഇമ്പോസിബിൾ ടു കൺട്രോൾ, പെട്ടെന്നുണ്ടാകുന്ന എന്നാൽ എന്ത് ചെയ്യാണ്? നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്നതാണ് കൺവൾസീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഒരു ഗ്യാസ്പ് ഉണ്ടാക്കുകയാണ്. എന്താ ഗ്യാസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ക്വിക്ക് ആൻഡ് ഡീപ്പ് ബ്രെത്ത്സ്, വളരെ പെട്ടെന്നും ആഴത്തിലുമുള്ള ഒരു ബ്രീത്ത്. ഓക്കെ, അപ്പം ഇയാളിൽ നിന്നും പെട്ടെന്നൊരു ശ്വാസം എടുക്കുന്ന പ്രവൃത്തി ഉണ്ടാവുകയാണ്, ഇതുപോലെ. ഓക്കെ, ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫേർട്സ്, ഇത് കണ്ട സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ എഫേർട്ടുകൾ എന്ത് ചെയ്തു? വീണ്ടും ഡബിൾ ചെയ്തു. ഓക്കെ, ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ്, അങ്ങനെ ആ ചങ്ങായി ഞങ്ങൾ എന്ത് ചെയ്തു? എണീപ്പിച്ചിരുത്തി. അങ്ങനെ ഇരുന്ന സമയത്ത് ഗേസിങ് അറ്റ് അസ് ഡേയ്സ്ഡ്ലി, അവൻ ഞങ്ങളെ എങ്ങനെ നോക്കുന്നത്? യെസ്, വളരെയധികം ഡേയ്സ്ഡ്ലി ആയിക്കൊണ്ട്. എന്താ വാട്ട് മീൻ ബൈ ഡേയ്സ്ഡ്ലി? ആസ് ഇഫ് ഇൻ എ കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷനിൽ എന്ന പോലെ, അമ്പരെന്ന പോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങളെ നോക്കുന്നുണ്ട്. ഗേജ് എന്ന് പറഞ്ഞാൽ നോക്കുക. ഗേസിങ് അറ്റ് അസ് ഡേയ്സ്ഡ്ലി എന്ന് പറഞ്ഞാൽ അമ്പരന്നിട്ട് ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ട്. അയാൾ മരണപ്പെട്ടതാ, അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. ആത്മഹത്യ ചെയ്ത് അയാളിപ്പം വിചാരിക്കുന്നത് ഞാൻ നരകത്തിലെത്തിയോ സ്വർഗത്തിലെത്തിയോ എന്നുള്ള ആ ഒരു ഭീതിയോടെയുള്ള നോട്ടാണ്. ഓക്കെ, അമ്പരന്ന് നിൽക്കുകയാണ്. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? സ്ലോലി ഹീ സീംഡ് ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. അദ്ദേഹത്തിൻ്റെ ആ ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് എന്ത് ചെയ്ത? മനസ്സിലാക്കി. ക്ലിയർ ആണോ? എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഒറ്റ നോട്ടത്തിൽ അയാൾ എന്ത് ചെയ്യാണ്? ജീവനില്ലാത്ത ഒരാളെപ്പോലെ കിടക്കുകയാണ്. എന്നാലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ സർജൻറ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ റിസസിറ്റേഷൻ വർക്ക് ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായ എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്.
1 മണിക്കൂർ നേരം വളരെ കഠിനമായി പരിശ്രമിച്ചെങ്കിലും ഒന്നും എന്ത് ചെയ്തില്ല, സംഭവിച്ചില്ല. പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശ്വാസം എടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ എഫേർട്ട് കൂടുതലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ എണീപ്പിച്ചിരുത്താനും ദെൻ ആ എണീപ്പിച്ചിരുത്തപ്പെട്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അമ്പരന്ന് ഞങ്ങളെ നോക്കുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത ഭീകരമായ ആ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമാവുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ചോദ്യം കാണാം. വാട്ട് ഡിഡ് ദ ഡോക്ടർ ഡു ടു സേവ് ദ ലൈഫ് ഓഫ് ദി യങ് മാൻ? എന്താണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ ചെയ്തത് എന്നുള്ളത്. അതിനുള്ള ഉത്തരം നിങ്ങൾ ആ 12ാമത്തെ പാരഗ്രാഫിൽ നിന്നും വൃത്തിയായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇനി 13ാമത്തെ പാരഗ്രാഫിലേക്ക് നോക്കൂ. ആസ് ഹി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് വീണ്ടെടുത്തപ്പം, ഹി ടോൾഡ് അസ് ഹിസ് സ്റ്റോറി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഹിസ് പാരൻസ് വർ ഡെഡ്, അദ്ദേഹത്തിൻ്റെ പാരൻസ് രക്ഷിതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. An uncle had found him a position as clerk in a London solicitor office. ലണ്ടനിലെ ഒരു വക്കീൽ ഓഫീസിലാണ് അദ്ദേഹത്തിൻ്റെ അങ്കിൾ അദ്ദേഹത്തിനൊരു ക്ലർക്കിൻ്റെ പൊസിഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി 6 months. അദ്ദേഹം ആ സിറ്റിയിലെത്തിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അറ്റർലി ഫ്രണ്ട്ലെസ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. ഈ ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദി സ്ട്രീറ്റ്, സ്ട്രീറ്റിലെ ലൂസ് സൊസൈറ്റിയുടെ വിക്ടിമായിക്കൊണ്ട് അദ്ദേഹം വീണു പോകുന്നുണ്ട്. എന്താണ് ഇവിടെ ലൂസ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാലും നിയന്ത്രിക്കപ്പെടാനില്ലാത്ത, കൺട്രോൾ ചെയ്യപ്പെടാത്ത ഒരു വിഭാഗം ജനങ്ങൾ, എല്ലാവിധ ചീത്ത കൂട്ടുകെട്ടുകളിലും പോയിപ്പെടുന്ന സമൂഹത്തിലെ കെട്ടഴിഞ്ഞ വിഭാഗം. അതിൽ ആരും ഇരയായി മാറി, ഈ വ്യക്തിയും ഇരയായി മാറി. ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ്, അദ്ദേഹം ഏത് കൂട്ടുകെട്ടിൽപ്പെട്ടു? ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടു. ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ, ഒരു ചെറുപ്പക്കാരനായ വിഡ്ഢിയെപ്പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്, സമൂഹത്തിലെ ചീത്ത കൂട്ടുകെട്ടിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ലൂസ് സൊസൈറ്റിയിലും അഥവാ കെട്ടഴിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹം, ആൽക്കഹോളിനും ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ട് എല്ലാവിധ വേണ്ടാത്തരത്തിലും പോയിപ്പെടുന്ന ഒരു ടീമിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഇരയായിത്തീരാണ്. ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്, അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നതിലും അപ്പുറത്തുള്ള സന്തോഷം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം വളരെയധികം അത്യാഗ്രഹം കാണിച്ചിരുന്നു. ഹാഡ് ബിഗൺ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്, അത്തരത്തിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിനായി, അതിനുള്ള പണം കണ്ടെത്തുന്നതിനായി അദ്ദേഹം എന്ത് ചെയ്തു, കുതിരപ്പന്തയങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സൂൺ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്, അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും, അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറിയ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. ഹാഡ് പ്ലഡ്ജഡ് ഹിസ് ബിലോങ്ങിങ്സ്, തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹാഡ് പ്ലഡ്ജഡ്, അദ്ദേഹം പണയപ്പെടുത്തുന്നുണ്ട്, ഹിസ് ബിലോങ്ങിങ്സ്, അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്തുക്കളും. ആൻഡ് ഓവഡ്, എന്നിട്ട് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദ ബുക്ക് മേക്കർ എ ഡിസാസ്ട്രസ് എമൗണ്ട്, കുതിരപ്പന്തയം നടത്തുന്ന ബുക്ക് മേക്കർ അദ്ദേഹത്തിൽ നിന്നും ഭീകരമായിട്ടുള്ള ഒരു എമൗണ്ട് അദ്ദേഹം കടവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ ആർഭാടപൂർവമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനായി അദ്ദേഹം കുതിരപ്പന്തയത്തിൽ ഏർപ്പെടുകയും അത് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊക്കെ അദ്ദേഹം പണയപ്പെടുത്തുകയും ബുക്ക് മേക്കറിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് തന്നെ കടമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു, ഇൻ ആൻ എഫോർട്ട് ടു റീകോപ്പ്, ഇതൊക്കെ തിരിച്ചു പിടിക്കുന്നതിനായി. എന്താണ് റീകോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടു ഗെറ്റ് ബാക്ക് ആൻ എമൗണ്ട് ഓഫ് മണി, ടു ഗെറ്റ് ബാക്ക് ആൻ എമൗണ്ട് ഓഫ് മണി ദാറ്റ് യു ഹാവ് സ്പെൻഡ് ഓർ ലോസ്റ്റ്.
നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം. അതാണ് പറഞ്ഞത് ഇൻ ആൻ എഫേർട്ട് ടു റീകോപ്പ്. ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നതിനായി ഈ ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി. അദ്ദേഹം ഒരു തുക എടുത്തു. എവിടുന്നാണ് എടുത്തത്? ഫ്രം ദ ഓഫീസ് സേഫിൽ നിന്നും. ഫോർ എ ഫൈനൽ ഗാമ്പിൾ. അവസാനമായിട്ടുള്ള ഒരു ഗാംബ്ലിങ്ങിന്, അവസാനമായിട്ടുള്ള ഒരു പന്തയത്തിന്. ഹി വാസ് അഷേർഡ്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഹി വാസ് സർട്ടൻ ടു വിൻ. അദ്ദേഹം ജയിക്കുമെന്നുള്ളതിന്. ഹി വാസ് സർട്ടൻ ടു വിൻ. അദ്ദേഹം എന്തായാലും ജയിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. എന്നാൽ ഈ അവസാനത്തെ ശ്രമവും പരാജയപ്പെട്ടു. ടെറിഫൈഡ് ഓഫ് ദി പ്രോസിക്യൂഷൻ. അദ്ദേഹം വിചാരണയിൽ ഭയപ്പെട്ടു. ദാറ്റ് മസ്റ്റ് ഫോളോ. ഇതിനെ തുടർന്നുണ്ടാകുന്ന, ഓഫീസ് സേഫിൽ നിന്നും പണമെടുത്തതിനെ തുടർന്നുണ്ടാകുന്ന പ്രോസിക്യൂഷനിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഭയപ്പെട്ടു. സിക്കറ്റ് ഹാർട്ട് സങ്ക് ഇൻ ഡെസ്പെയർ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഹൃദയത്തിലൊരു അസ്വസ്ഥത ഉണ്ടാവാൻ തുടങ്ങി. സിക്കറ്റ് ഹാർട്ട്, ഹൃദയത്തിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടായി. സങ്ക് ഇൻ ഡെസ്പെയർ, വളരെയധികം നിരാശനായി. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം. അദ്ദേഹത്തിൻ്റെ റൂമിലെ ജനലുകളെല്ലാം വാതിലുകളെല്ലാം അടച്ചു. ആൻഡ് ടേൺഡ് ഓൺ ദി ഗ്യാസ്. എന്നിട്ട് അദ്ദേഹം ഗ്യാസ് ഓൺ ചെയ്തു. എ ലോങ് ബാർ ഓഫ് സൈലൻസ്. വളരെ നീണ്ടു നിന്ന ഒരു നിശബ്ദത. ത്രോബ്ഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക്. ആ ഒരു കൊച്ചുമുറിയിൽ നിറഞ്ഞു നിന്നു. വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹാർട്ടിങ് കൺഫെഷൻ. അദ്ദേഹം ഈ ഒരു കൺഫെഷൻ, കുറ്റം ഏറ്റുപറച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു നീണ്ട നിശബ്ദത തന്നെ തളം കെട്ടി നിന്നു. Then gruffly the surgeon asked how much he had stolen. എന്നാൽ ഈ സമയത്ത് നമ്മുടെ പോലീസുകാരൻ സർജൻ്റ് എന്ത് ചെയ്യാണ്? അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പം വളരെയധികം ചൂടായിക്കൊണ്ട്, വളരെയധികം റഫായിക്കൊണ്ട്, ഗ്രഫ്ലി മീൻസ് റഫ് ആൻഡ് അൺഫ്രണ്ട്ലി എന്നാണ്. ഓക്കെ, വളരെയധികം കർക്കശ സ്വരത്തിൽ ചോദിക്കുകയാണ്, ഹൗ മച്ച് ഈ ഹാഡ് സ്റ്റോളൻ, നീ എത്ര രൂപയാടാ മോഷ്ടിച്ചതെന്ന്. ആ സമയത്ത് അവൻ പറയാണ് 7 pounds 10 shillings, 7 പൗണ്ടും 10 ഷില്ലിങ്ങും. ദ ആൻസർ സൗണ്ടഡ് പിറ്റിഫുൾ. ആ ശബ്ദം, ആ ഉത്തരം തന്നെ വളരെയധികം ദയ അർഹിക്കുന്ന രീതിയിലുള്ള സൗണ്ടായിരുന്നു. അത്രയും താഴ്മയോട് കൂടിയാണ്, അത്രയും പേടിച്ചരണ്ട ശബ്ദത്തോടു കൂടിയാണ് അവൻ പറയുന്നത് 7 pounds and 10 shillings. ഇത് കേട്ട സമയത്ത് ബാക്കിയുള്ളവർ ഫോർ ദിസ് പാൾട്രി സം, ഈ തുച്ഛമായ, പാൾട്രി മീൻസ് മീഗർ, തുച്ഛമായത്, ഈ തുച്ഛമായ സം തുകയ്ക്ക് വേണ്ടിയാണോ ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്, അവൻ്റെ വിലപ്പെട്ട ജീവിതം ഒഴിവാക്കാൻ ശ്രമിച്ചത്, ഉപേക്ഷിക്കാൻ ശ്രമിച്ചത്? ഈ ഒരു തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയാണോ അവൻ്റെ ജീവിതം പാഴാക്കാൻ ശ്രമിച്ചത്? ദർ വാസ് എ പോസ്. ആരും സംസാരിക്കാതെ കുറച്ചു നേരം നിന്നു. ദർ വാസ് എ പോസ്. കുറച്ചു നേരം നിർത്തി. ദ 3 of us, ഞങ്ങൾ 3 പേരും, ദ സർജൻ, ദ ലാൻഡ് ലേഡി ആൻഡ് മീ. സർജൻ്റ് ഉണ്ട്, ലാൻഡ് ലേഡി ഉണ്ട്, ഞാനുണ്ട്. ആസ് ദ സോൾ വിറ്റ്നസ് ഓഫ് ദി നിയർ ട്രാജഡി, ഈ ട്രാജഡി കണ്ടിട്ടുള്ള, ഈ ദുരന്തം കണ്ടിട്ടുള്ള വിറ്റ്നസ്സുകളാണ്, സാക്ഷികളാണ് ഞങ്ങൾ. ആരൊക്കെയാണ് 3 സാക്ഷികൾ? സർജൻ്റ് ഉണ്ട്, ലാൻഡ് ലേഡി ഉണ്ട്, ആൻഡ് മീ മീൻസ് AJ ക്രോണിൻ. ഇവർ 3 പേരുമാണ് ഇതിൻ്റെ ഒരേ ഒരു ദൃക്സാക്ഷികൾ. had the same unspoken thought in our minds. ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി, എന്താ ഉണ്ടായിട്ടുള്ളത്? സെയിം, ഒരേപോലത്തെ അൺസ്പോക്കൺ തോട്ട്,
പുറത്ത് പറയാത്ത ചിന്ത ഇൻ അവർ മൈൻഡ്സ് ഞങ്ങളുടെ മനസ്സിലുണ്ടായി. ഞങ്ങൾ 3 പേരുടെയും മനസ്സിൽ ഞങ്ങൾ പറയാതെ എന്നാൽ സെയിം ആയിട്ടുള്ള ചിന്ത ഉണ്ടായി. എന്താണ് ആ ചിന്ത എന്ന് പറയുന്നത്? വി ഡിസൈഡഡ് ടു ഗീവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെറുപ്പക്കാരന് ഒരു പുതിയ തുടക്കം നൽകാൻ തീരുമാനിക്കുന്നുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ചിന്ത. എന്നാൽ ഞങ്ങളത് ഉറക്കെ പറഞ്ഞോ? ഇല്ല. ഞങ്ങൾ ആ സമയത്ത് ഇവൻ 7 pounds and 10 shillings എന്ന് പറഞ്ഞ സമയത്ത് അവനോട് ദയ തോന്നിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു തോട്ടാണ് ഇവനൊരു പുതിയ തുടക്കം നൽകണം. ഓക്കെ, ഇവനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ 3 പേരും ചിന്തിച്ചു. ദെൻ തുടർന്ന് ദ സർജൻറ്റ് അറ്റ് എ കൺസിഡറബിൾ റിസ്ക്. അതിൽ സർജൻ്റാണ് ഏറ്റവും പരിഗണിക്കാവുന്ന ഒരു റിസ്ക് ഏറ്റെടുത്തത്. എന്താണ് അദ്ദേഹം എടുത്ത റിസ്ക്? ദാറ്റ് മേ അഫക്റ്റ് ടു ഹിസ് ജോബ്. അദ്ദേഹത്തിൻ്റെ ജോബിനെ വരെ ബാധിക്കാവുന്ന ഒരു കൺസിഡറബിൾ റിസ്ക്കാണ് അദ്ദേഹം എടുത്തത്. റിസോൾവ്ഡ്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തീരുമാനിക്കുന്നുണ്ട്. ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദി കേസ്. ഈ കേസിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കില്ല. സാധാരണ കേസ് വല്ലതും പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. ഇവിടെ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ കേസ് അദ്ദേഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിംഗ് വുഡ് റിസൾട്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് എന്തുണ്ടാവില്ല? ഒരു കോർട്ട് പ്രൊസീഡിംഗ് ഉണ്ടാവില്ല. ദ ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ്. ആ സമയത്ത് ലാൻഡ് ലേഡി എന്ത് ചെയ്യുന്നുണ്ട്? 1 മാസത്തെ ഫ്രീ ആയിട്ടുള്ള താമസം ആർക്ക് ഒരുക്കി കൊടുക്കാമെന്ന് ഏൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്. അണ്ടിൽ ഹീ ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗെയിൻ. ഏതുവരെ? അദ്ദേഹത്തിന് സ്വന്തമായി അദ്ദേഹത്തിൻ്റെ കാലിൽ നിൽക്കാൻ സാധിക്കുന്നവരെ. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ഫ്രീ ആയിട്ടുള്ള താമസ സൗകര്യം നൽകാമെന്ന് ആര് ഏറ്റെടുക്കുകയാണോ? ലാൻഡ് ലേഡി ഏറ്റെടുക്കുന്നുണ്ട്. വൈൽ എന്നാൽ ഞാനോ? മേക്കിംഗ് പെർഹാപ്സ് ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ. ആ കൂട്ടത്തിലെ ഏറ്റവും കുറഞ്ഞ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ആരാ? ഞാനാണ്. സംഭാവന നൽകുന്നത് ഞാനാണ്. കെയിം ഫോർവേഡ്, ഞാൻ മുന്നോട്ട് വന്നു. വിത്ത് ദ 7 pounds and 10 shillings ഫോർ ഹിം ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സേഫിൽ തിരിച്ചു വെക്കുന്നതിനായി 7 pounds 10 shillings ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ നൽകാൻ സഹായിക്കുന്നുണ്ട്. പോലീസ് സർജൻ്റ് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ഭീഷണിയാവുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. എന്താണത്? അദ്ദേഹം ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറഞ്ഞു. ലാൻഡ് ലേഡി ആണെങ്കിലോ ഇദ്ദേഹത്തിന് ഫ്രീ താമസ സൗകര്യമാണ് ഒരുക്കി കൊടുക്കുന്നത്. ദെൻ അതുപോലെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ ആ ഓഫീസ് സേഫിൽ തിരിച്ചു വെക്കാനുള്ള 7 pounds and 10 shillings ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് നൽകി. ഇങ്ങനെ ഞങ്ങൾ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദി നൈറ്റ്. ഇപ്പോഴും രാത്രിയിലെ ആ ഇരുട്ടിലൂടെ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. ഇപ്പം ഇനി സ്പീച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. വിത്ത് എ ടെൻഡർ ജസ്റ്റർ, വളരെ മൃദുലമായ ഒരു നീക്കത്തിലൂടെ മിസ്സിസ് എസ് ഹാഡ് ടേക്കൺ ഹർ ഹസ്ബൻഡ്സ് ഹാൻഡ്. മിസ്സിസ് എസ് എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, ഞങ്ങൾ വളരെ നിശബ്ദരായിരുന്നു. I could not but reflect that it was the best investment I had made in my life. I could not, എനിക്ക് സാധിച്ചിരുന്നില്ല. ബട്ട് റിഫ്ലക്റ്റ്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? എന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ് എന്നുള്ളത് എന്നിലിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാഡ് പെയ്ഡ് മീ, ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ അതെനിക്ക് നൽകിയിട്ടില്ല. എന്ത്? നോ ഡിവിഡൻസ് ഇൻ വേൾഡ്ലി ഗുഡ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളായിട്ട് എനിക്കെന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു കിട്ടിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ലാഭമായിട്ട് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പുട്ടിങ് മണി സംതിങ് ഇൻ ദ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ്. നമ്മൾ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഞാൻ 7 pounds and 10 shillings കൊടുത്തത് എന്തെങ്കിലും ബിസിനസ് ലക്ഷ്യമാക്കിയാണോ? ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ് ഇൻ വേൾഡ്ലി ഗുഡ്സ്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ഈ ലോകത്തിലെ ഏതെങ്കിലും വസ്തുക്കളുടെ എന്തെങ്കിലും ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ലാഭമായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. ബട്ട് ഹാഡ് ടേൺ ഔട്ട് ടു ബി ഇമ്മൻസ്ലി പ്രോഫിറ്റബിൾ, എന്നാൽ അതെന്ത് ചെയ്തിട്ടുണ്ട്? ടേൺ ഔട്ട് ടു ബി ഇമ്മൻസ്ലി പ്രോഫിറ്റബിൾ, അത് വളരെ വലിയ ഒരു പ്രോഫിറ്റായി ഇപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാണ് ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നിൽക്കുന്നത്? ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ്, വർഷങ്ങളായി ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നൊക്കെ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ട്. ഏത് ഇൻവെസ്റ്റ്മെൻ്റാണ് ഞാൻ നടത്തിയിട്ടുള്ളത്? ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ്, അല്ലേ? എന്താ ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അത് സ്റ്റോക്കിലാവട്ടെ പ്രോപ്പർട്ടിയിലാവട്ടെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെക്കുലേഷൻസ് എന്ന് പറയുന്നത്. സ്പെക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്സ്, പ്രോപ്പർട്ടി എക്സെട്ര. ഓക്കെ, അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വസ്തുക്കളിലായിട്ടും അല്ലെങ്കിൽ പ്രോപ്പർട്ടികളായിട്ടും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബാങ്കിലും മറ്റു ബിസിനസ്സിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന ഏത് ഇൻവെസ്റ്റ്മെൻ്റാണ്? ഈ ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പെക്കുലേഷൻ നടത്തുന്നത്? ഫോർ മെറ്റീരിയൽ ഗെയിൻ. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളായിട്ട് തിരിച്ചു ലഭിക്കാൻ. പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ഇത്തരത്തിലുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം വർഷങ്ങളായി ഞാൻ നടത്തി വരുന്ന എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം എന്താണ് എനിക്ക് നൽകുന്നത്? ഓൺലി ആങ്സൈറ്റി, ഉത്കണ്ഠയാണ്. ഡിസപ്പോയിൻമെൻറ്റ്, നിരാശയാണ്. ആൻഡ് ഫ്രസ്ട്രേഷൻ, നിരാശയാണ്. ഓക്കെ, അല്ലെങ്കിൽ മോഹഭംഗം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? ഇത്രയും കാലം ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തായിരുന്നു? ഫൂളിഷ് സ്പെക്കുലേഷൻസ് ആയിരുന്നു, അഥവാ ഫൂളിഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തത്? ഫോർ മെറ്റീരിയൽ ഗെയിൻ, ഓരോ വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഫിറ്റുകളായിട്ട് എനിക്ക് തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ എനിക്ക് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, വളരെ ഉത്കണ്ഠയാണ് ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്, നിരാശയാണ്. ആൻഡ് ഫ്രസ്ട്രേഷൻ, മോഹഭംഗമാണ്. ഫ്രസ്ട്രേഷൻ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ വേറൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയാണ്, എ.ജെ. ക്രോണിൻ, ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നല്ല നിക്ഷേപമാണ് ഈ ഒരു നിക്ഷേപം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ഫൂളിഷ് സ്പെക്കുലേഷനാണ്, ഫൂളിഷായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതിലൂടെ ഞാൻ എന്ത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ? മെറ്റീരിയൽ ഗെയിൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊക്കെ എനിക്ക് ഉണ്ടാക്കിയതാകട്ടെ
ആങ്സൈറ്റിയും ഡിസപ്പോയിൻമെൻറ്റും ഫ്രസ്ട്രേഷനുമാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ? യെസ്, ചോദ്യങ്ങൾ നോക്കൂ. 12ാമത്തെ ചോദ്യം, utterly friendless, he had fallen victim to the loose society of the streets. What does the author mean by this statement? ഓക്കെ, എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കൊണ്ട് ഓഥർ അർത്ഥമാക്കിയത്? അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതിക്കൊള്ളണം. ദ നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ യങ് മാൻ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്? എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനായ ആൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? The next question നോക്കൂ, why does the author say that it was the best investment he had ever made? എന്തുകൊണ്ടാണ് ഓഥർ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് എന്ന് പറയാൻ കാരണം? Then the 15th question, the surgeon, the landlady and the narrator helped the young man complete the following table. ഈ ടേബിൾ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.